ഇന്ന് ഈദുൽ ഫിത്തർ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു ദിനമാണെന്ന്. ലോകം മുഴുവൻ, അതായത് ഒരു മാസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത ഒരു മാസം ശരീരത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം റെസ്റ്റ് കൊടുക്കുകയാണ് ഈ നോമ്പിൻ്റെ ഉദ്ദേശം. റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം കിട്ടും. 365 ദിവസവും ഭക്ഷണം കഴിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരം ഒരു മാസത്തെ റെസ്റ്റ് കിട്ടുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം. അതാണ് നോമ്പ് എന്ന് പറയുന്നത്. ശരീരത്തിന് നല്ലതാണ് ഈ നോമ്പ്. അത് നമ്മൾ അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ശരിയായിട്ട്, അതായത് നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള വ്രതം നമ്മൾ എടുക്കണം. പകൽ ഒരു ഭക്ഷണവും കഴിക്കാതെ നാം ഇരുന്ന് രാത്രി മാത്രം ഭക്ഷണം കഴിച്ച് അത് പടച്ചവനെ മാത്രം ധ്യാനിച്ച് നമ്മൾ 5 നേരത്തെ നിസ്കാരം ചെയ്യണം. ആ 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണത്തിന് എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു സ്പെഷ്യൽ നിസ്കാരം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞ് നാം ഖുർആൻ വായിച്ച് ഇരിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇംഗ്ലീഷിനോട് വലിയ സാമ്യമുണ്ട്. എ അലിഫ്, ബി ബിസ്മി, അങ്ങനെ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതായത് മുഹമ്മദ് ഈസ് നോട്ട് എ പ്രോഫറ്റ് ബട്ട് ആൾസോ എ ഡോക്ടർ ഇൻ ദ വേൾഡ്. ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, ഒരു ഡോക്ടർ കൂടിയായിരുന്നു മുഹമ്മദ് നബി. അതായത് 5 നേരത്തെ നിസ്കാരത്തിന് നമുക്ക് സുജൂദുണ്ടല്ലോ, എന്തുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് മാത്രം സുജൂദില്ല? അതിന് കാരണമുണ്ട്. ഒരു മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈ മൊയ്ലിയാമാർ തലപ്പാവിൻ്റെ അറ്റം നമ്മുടെ കഴുത്ത് മറഞ്ഞിരിക്കും. കാരണം ഇവിടുത്തെ കഴുത്തിൻ്റെ 7ാമത്തെ ഞരമ്പ് സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല, വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് ഈസ് നോട്ട് എ പ്രോഫറ്റ് ബട്ട് ഓൾസോ എ ഡോക്ടർ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് മഹാജനങ്ങളെ, നമ്മൾ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. പക്ഷേ അതിൽ പറയുന്നതനുസരിച്ചിട്ട് മനുഷ്യൻ നീങ്ങണം. പക്ഷേ ഇപ്പോൾ അത് ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും നല്ലതാണ്. പള്ളിയിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ്. കുറച്ച് നേരമെങ്കിലും നമുക്ക് പടച്ചവനെ ധ്യാനിക്കാമല്ലോ. അതുകൊണ്ട് ഈ 5 നേരത്തെ നിസ്കാരം ആരും ഒഴിവാക്കാതെ ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും വരും 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പടച്ചവനെ, ആര് എന്ത് തന്നെ തെറ്റ് ചെയ്താലും അതെല്ലാം പൊറുക്കണമേ. ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ഖുർആനിൽ പറഞ്ഞ പ്രകാരം ഖിയാമത്ത് ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അച്ഛൻ മകനെ അനുസരിക്കേണ്ട കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുട്ടികൾ പറയുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ളവർ നീങ്ങിയിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. അച്ഛനമ്മമാരിപ്പോൾ റെസ്ക്യൂ ഹോമിൽ കൊണ്ടാക്കുന്ന കാലമാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഖിയാമത്ത് ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പഴയ പൈസക്കാർ പോയി പുതിയ പൈസക്കാരുണ്ടാകുക, അച്ഛൻ മകനെ അനുസരിക്കേണ്ട കാലം വരിക. ഇതെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പടച്ചവനെ ധ്യാനിച്ച് എന്താ ചെയ്യേണ്ടത്, പടച്ചവനെ എന്ന് പടച്ചവനെ ധ്യാനിച്ച് 5 നേരത്തെ നിസ്കാരവും കൈക്കൊണ്ട് പടച്ചവനെ ധ്യാനിച്ചിരിക്കേണ്ട കാലമാണിപ്പോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കുന്നു.